ഓം ഹരിശ്രീ ഗണപതയേ നമ. അഭിഘ്നമസ്തു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും നന്മയും ശാന്തിയും സമാധാനവും നല്ല ഓണം എല്ലാവർക്കും അത് സന്തോഷമാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും ഓണാശംസകൾ. നമുക്ക് കഴിഞ്ഞ ദിവസം വായിച്ച രാമായണത്തിൽ ശ്രീരാമ ഭഗവാനോട് പരശുരാമൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഓർമ്മയുണ്ടാവോ? ഭഗവാൻ എപ്പോഴും എന്താ മറ്റേ പരശുരാമൻ ദേഷിച്ച് ക്രുദ്ധഭാവത്തോട് പറഞ്ഞപ്പോൾ ശ്രീരാമഭഗവാൻ എന്താ പറഞ്ഞത്? ചൊല്ലേഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാർ ഓടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്ക് എന്തൊന്നുള്ളതോ തപോനിധേ. ഇങ്ങനെ ബാലന്മാരോട്, കുട്ടികളോട്, അറിവില്ലാത്ത കുട്ടികളോട് ഇങ്ങനെ തുടങ്ങിയാൽ പിന്നെ ആരാ ഒരാശ്രയം ഉള്ളത്? തപോനിധേ. പരശുരാമനോട് പറയുന്നു ശ്രീരാമൻ, ആശ്രമ കുലധർമ്മം എങ്ങനെ പാലിക്കുന്നു? നിന്തിരുവടി തിരുവുള്ളത്തിൽ ഏറുന്നതിന് അന്തരമുണ്ടോ? പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ? ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ, ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. എനിക്ക് ഇങ്ങനെയുള്ള ശസ്ത്ര അസ്ത്ര പ്രയോഗ സാമർഥ്യം ഒന്നും ഇല്ല. ഞാൻ ക്ഷത്രിയകുലത്തിൽ ജനിച്ചും പോയല്ലോ. ക്ഷത്രിയകുലത്തിൻ്റെ അന്തകനാണ് പരശുരാമൻ. അപ്പോൾ എല്ലാവരും അവിടെ വധിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ശ്രീരാമഭഗവാൻ പറഞ്ഞത്, ഞാൻ അവിടെ ജനിച്ചും പോയല്ലോ ഈ കുലത്തിൽ. അങ്ങനെ എന്നിട്ടോ എനിക്ക് ഈ വക കാര്യങ്ങൾക്കൊന്നും സാമർഥ്യവും ഇല്ലല്ലോ. ശത്രു മിത്രോ ദാസീന ഭേദവും എനിക്കില്ല. എനിക്ക് ദാസനെന്നോ അല്ലെങ്കിൽ ശത്രുക്കളെന്നോ മിത്രങ്ങളെന്നോ ഉള്ള ഒരു ഭേദവും എനിക്കില്ല. എല്ലാവരും ഒന്നുപോലെ ആണ് കാണുന്നത്. എനിക്ക് ശത്രുക്കളോ മിത്രങ്ങളോ ദാസനെന്നോ ഒന്നും എനിക്ക് ഭേദമില്ല. ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലല്ലോ. ശത്രുക്കളെ സംഹരിക്കാനുള്ള ശക്തിയുമില്ല. ബാലനല്ലേ. അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതം. അതായത് ഇങ്ങനെ ഈ വില്ല് എടുത്ത് കുലയ്ക്കൂ എന്ന് പറയുന്നത് അന്തകാന്തകൻ ശിവശങ്കരൻ പോലും ഇത് ലംഘിക്കത്തില്ല, പറയുന്നത് കേൾക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചിന്തിത മൂലം അതുമൂലം വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാം, അല്ലെങ്കിൽ തിരുവുള്ളക്കേടുണ്ടാക വേണ്ട. പറഞ്ഞിട്ട് ചെയ്തില്ല എന്നൊരു വിഷമം വേണ്ട. അതുകൊണ്ട് എന്നാൽ ഒക്കെ ഞാൻ ചെയ്യാം, അതുകൊണ്ട് വില്ലിങ്ങ് തന്നാലും എന്ന് ശ്രീരാമ ഭഗവാൻ പരശുരാമനോട് പറഞ്ഞു. പറയുന്നത് കേൾക്കാതെ ഈ വില്ല് പിടിക്കൂ, അത് ചെയ്യൂ, കുലയ്ക്കൂ എന്നൊക്കെ പറയുമ്പം ചെയ്തില്ലെങ്കിൽ ധിക്കാരമൊന്നും കരുതത്തില്ലയോ. അതുകൊണ്ട് ആണ് തിരുവുള്ളക്കേടുണ്ടാകണ്ട, പറഞ്ഞ വാക്ക് വിഷമമല്ലേ, ഞാനത് ചെയ്യാതിരുന്നാൽ. അതുകൊണ്ട് ഇനി തന്നാലും ഞാൻ എന്നാലാവുന്നത് പോലെ ചെയ്യാം. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതി രാമൻ കന്ദർപ്പകളേവരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂട അരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേ ഇന്ദ്ര മുനി വൃന്ദ വന്ദിതൻ ദേവൻ. ഇങ്ങനെ ഇവരെല്ലാവരും വന്ദിക്കുന്ന ഭഗവാൻ ശ്രീരാമനെ. മഹേശ്വരനും ബ്രഹ്മാവും ദേവേന്ദ്രനും എല്ലാ വൃന്ദാരക മുനിവൃന്ദം എല്ലാവരും മഹർഷിമാരും മുനികളെല്ലാം വന്ദിക്കുന്ന ഭഗവാൻ ദേവൻ ശ്രീരാമനെ. അങ്ങനെയുള്ള ഭഗവാൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി. മന്ദഹാസവും കൊണ്ട് നന്നാട് പുഞ്ചിരിച്ചും കൊണ്ട് വന്ദിച്ചിട്ട് പരശുരാമൻ്റെ നിന്ന് വില്ല് വാങ്ങി. നന്ദിച്ചു ദശരഥ നന്ദനൻ, അതായത് ദശരഥ മഹാരാജന് മകനായ ഈ ശ്രീരാമൻ പരശുരാമനെ വന്ദിച്ചിട്ട് സന്തോഷമായിട്ട് തന്നെ മന്ദഹാസം പൂണ്ട് വില്ല് വാങ്ങി. നിന്നരുളുന്ന നേരം വില്ലും വാങ്ങി. നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചോ നിറഞ്ഞൊരു തേജസ കാണായി വന്നു. അങ്ങനെ ഈ വൈഷ്ണവ ചാപം ഏൽപ്പിക്കാൻ നാരണം ഭഗവാൻ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യക്ഷമായ സമയത്ത് പരശുരാമനടുത്ത് പറഞ്ഞു, ഇത് ഈ വൈഷ്ണവ ചാപം ഞാൻ ഇതുപോലെ ത്രേതായുഗത്തിൽ വന്ന് അവതരിക്കും, ശ്രീരാമനായിട്ട് വരും. അപ്പോൾ ഈ വൈഷ്ണവ തേജസ്സായ ഈ ചാപം
ആ ശ്രീരാമനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് കൊടുക്കാൻ വന്നതാ. അല്ല, ദേഷിക്കാനൊന്നും വന്നതല്ല. അവർ പെട്ടെന്ന് പൊയ്ക്കളയും. അതുകൊണ്ട് ക്രുദ്ധനായി നിന്ന് അവരത്ത് പതുങ്ങി നിൽക്കുമല്ലോ. അല്ലെങ്കിൽ സീതയും കൊണ്ടുവരുമ്പം പെട്ടെന്ന് അയോധ്യയിലേക്ക് പോകാനുള്ള അങ്ങ് പൊയ്ക്കളയും. പെട്ടെന്ന് വില്ലെടുത്ത് കൊടുക്കാനൊക്കത്തില്ല. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ കൊടുക്കാൻ പറ്റൂ. കാര്യങ്ങൾ പലതും പറയാനുണ്ട്. ഭഗവാൻ നാരായണൻ പറഞ്ഞതനുസരിച്ച് എല്ലാം കൊടുക്കണ്ടേ, പറഞ്ഞു കൊടുക്കണ്ടേ. അതുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല. അവിടെ അവരെ പിടിച്ച് നിർത്തണമെങ്കിൽ അല്പം ദേഷ്യം കാണിച്ചേ നിൽക്കൂ. അതുകൊണ്ടാണ് ഈ വില്ല് കുലയ്ക്കൂ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇവിടെ എന്നോട് യുദ്ധം ചെയ്യൂ, ഇല്ലെങ്കിൽ എല്ലാവരും സംഹരിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയക്കും. കാരണം ഈ ക്ഷത്രിയകുലം 21 വട്ടം നശിപ്പിച്ച ആളും കൂടെ. അപ്പോൾ അതുകൊണ്ട് അവർ ഭയന്നിട്ട് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് പറയുന്നു, ഈരേഴ് ലോകങ്ങൾ ഈ വില്ല് വാങ്ങിയപ്പോഴേ ശ്രീരാമ ഭഗവാൻ എന്താ വന്നേ, ഈരേഴ് ലോകങ്ങളും ഒന്നിച്ച് നിറഞ്ഞൊരു തേജസ് കാണാൻ വന്നു വില്ല് വാങ്ങുമ്പോഴേ. കാരണം വൈഷ്ണവ തേജസ് ഉണ്ട് അതിനകത്ത്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഈ വൈഷ്ണവ തേജസ്സിനെ ശ്രീരാമന് കൊടുക്കണമെന്ന്. ഞാനവിടെ അന്ന് വരും. ത്രേതായുഗത്തിൽ ഭഗവാൻ നാരായണൻ ശ്രീരാമനായിട്ട് അവതരിക്കും. അന്ന് ഈ വില്ല് ശ്രീരാമനെ ഏൽപ്പിക്കണം എന്നാണ് ഭഗവാൻ നാരായണൻ പ്രത്യക്ഷമായിട്ട് പറഞ്ഞത്. അത് ഇത് പറയും. അങ്ങോട്ട് വായിക്കുമ്പം കിട്ടും. അപ്പോൾ ഇന്നിനിപ്പം പറ്റുമെന്ന് അറിഞ്ഞില്ല, അല്ലെങ്കിൽ നാളെയെങ്കിലും വായിക്കുമ്പം കാണും. എവിടം വരെ പോകും നമുക്ക് അറിയാമില്ല. 25 മിനിറ്റ് മുമ്പ് നിർത്തണം. അതുകൊണ്ട് ഒന്നിച്ച് നിറഞ്ഞൊരു തേജസ്സാ കാണായി വന്നു. കുലച്ചു ബാണം ഏകമെടുത്തു തൊടുത്ത ആശ് വലിച്ചു നിറച്ചുടൻ നിന്നിതു നിജിതാശ്രമം. അങ്ങനെ ഒരു ബാണമെടുത്ത് കുലച്ച് തൊടുത്ത ആശ് വലിച്ചങ്ങ് നിറച്ചുടൻ നിന്നിതു. അങ്ങനെ ചെയ്തും കൊണ്ട് നിന്ന് ഈ വില്ലെടുത്ത് എങ്ങനെയാ ആദ്യമേ ചെയ്യേണ്ടത് അതുപോലെ അങ്ങ് നിന്ന് ജീതാശ്രമം ഒരു പാടില്ലാതെ നിഷ്പ്രയാസം തന്നെ ശ്രീരാമ ഭഗവാൻ ഒരു ബാണമെടുത്ത് അതിനകത്ത് തൊടുത്ത ആശു വലിച്ച് നിറച്ച് നിന്നു. ചോദിച്ചു ഭൃഗുപതി തന്നോട് രഘുപതി. അപ്പോൾ ചോദിച്ചു ഭൃഗുപതി ശ്രീരാമനോട് പരശുരാമൻ ചോദിച്ചു ഭൃഗുപതിയോട് ചോദിക്കുന്നു. ഭൃഗുപതി എന്ന് വെച്ചാൽ പരശുരാമനോട് രഘുപതി ചോദിക്കുന്നു. ശ്രീരാമൻ ചോദിക്കുന്നു. ഇങ്ങനെ നിന്നിട്ട് ചോദിക്കുന്നു, മോദത്തോട് അരുളി ചെയ്തിടണം ദയാനിധേ. എന്താ മോദത്തോട് ചെയ്യുന്നത്? ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി എങ്ങോട്ടാണ് ഇത് അയക്കേണ്ടത്? എൻ്റെ ഉന്നം പറഞ്ഞു കൊടുക്കേണ്ടത്, അതിൻ്റെ ലക്ഷ്യം എവിടത്തേക്കാണെന്ന്. ബില്ലിങ്ങനെ എടുത്ത് പിടിച്ചുകൊണ്ട് നിന്നാൽ മതിയോ? കുലച്ച് നിന്ന് അത് വിടണ്ടേ? അതുകൊണ്ട് ഭഗവാനോട് അതായത് ശ്രീരാമൻ പരശുരാമനോട് ചോദിക്കുന്നു, മോദത്തോട് അരുളി ചെയ്തിടണം ദയാനിധേ. മാർഗണം നിഷ്ഫലമായി വരികയില്ല. മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടി തന്നീട വേണം. എൻ്റെ ഈ ബാണം നിഷ്ഫലമായി വരികയില്ല. അതുകൊണ്ട് എനിക്ക് ഭാർഗവരാമ ലക്ഷ്യം തരൂ, എവിടേക്കാണത് വിടണ്ടേന്ന്. അതുകൊണ്ട് എനിക്ക് ലക്ഷ്യം പറഞ്ഞു തരൂ എന്ന് ശ്രീരാമ ഭഗവാൻ പരശുരാമനോട് ചോദിക്കുന്നു. ശ്രീരാമ വചനം കേട്ടന്നേരം ഭാർഗവനും ആരൂഢാനന്ദം അതിനുത്തരം അരുൾ ചെയ്തു. അപ്പം ശ്രീരാമ ഭഗവാൻ ഇങ്ങനെ ചോദിച്ചു, എവിടേക്കാണ് ലക്ഷ്യം? അങ്ങനെ ചോദിച്ചപ്പോൾ ഭാർഗവൻ എന്ത് ചെയ്തു? പരശുരാമൻ ആരൂഢാനന്ദം അതിനുത്തരം അരുൾ ചെയ്യുന്നത്. എന്താ ഉത്തരം അരുൾ ചെയ്യുന്നത്? പ്രാർത്ഥനയാ. ഭഗവാൻ നാരായണനല്ലേ. അതുകൊണ്ട് കൊടുത്തപ്പം ആ ജോലിയൊക്കെ തീർത്ത് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ശരം ശ്രീരാമൻ്റെ ഏൽപ്പിച്ചു. അപ്പോൾ പിന്നെ വേണ്ടത് എന്താ? ഭഗവാൻ നാരായണനെ സ്തുതിക്കുക. ശ്രീരാമ ഭഗവാൻ ആരാ? ഭഗവാൻ നാരായണനാണ്. അപ്പോൾ അന്ന് പറഞ്ഞ വാക്ക്, ഈ വില്ല് ശ്രീരാമ അവതരിച്ച് വരുമ്പോൾ ഇതവിടെ ഏൽപ്പിക്കണം. അപ്പോൾ അത് ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ കോലാഹലങ്ങളെല്ലാം കാണിച്ചത്. അങ്ങ് ഏൽപ്പിച്ചു. അപ്പം ഇനി എന്താ എനിക്ക് ലക്ഷ്യം കാട്ടിരണമെന്ന് പറഞ്ഞപ്പോൾ എന്തോ ലക്ഷ്യമൊന്നും വേണ്ട, അങ്ങ് ഏൽപ്പിച്ചാൽ മതി. ആ തേജസ്സോടുകൂടി തന്നെ, വൈഷ്ണവ തേജസ്സോടുകൂടി തന്നെ അത് പരശുരാമനെ ഏൽപ്പിച്ചു. അപ്പോൾ അത് എന്താ ഇനി മറുപടി പറയുന്നത്? ഇതാ പറയുന്നത്, ശ്രീരാമ വചനം കേട്ട അന്നേരം ഭാർഗവനും ആരൂഢാനന്ദം അതിനുത്തരം അരുളി ചെയ്ത്. അത്ര ആരൂഢാനന്ദം, ആനന്ദമല്ല, ചെറിയ ആനന്ദമല്ല, അതിഗംഭീരമായ ആനന്ദമാണ് ആരൂഢാനന്ദം. അത്രമാത്രം ആനന്ദ നിർവൃതി കൊള്ളുന്നു ഈ പരശുരാമൻ. അത് ഏൽപ്പിച്ചപ്പോൾ ആരെയാ ഏൽപ്പിച്ചത്? ഭഗവാൻ നാരായണനല്ലയോ ശ്രീരാമൻ. അതുകൊണ്ട് നാരായണനെ അന്ന് ഏൽപ്പിക്കണമെന്ന് അന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇന്നതുപോലെ ത്രേതായുഗത്തിൽ ദശരഥൻ്റെ മകനായി ശ്രീരാമനായിട്ട് അവതരിക്കും. അന്ന് ഈ വില്ല്, ഈ തേജസ്സേറിയ വൈഷ്ണവ ശാപം ശ്രീരാമനെ ഏൽപ്പിക്കണം. അതങ്ങോട്ട് ഏൽപ്പിച്ചപ്പോൾ ഇനി അവിടെ സ്തുതിപ്പാണ് ഭഗവാൻ നാരായണനെ. അതുകൊണ്ട് പറയുന്നു, എന്താ ഉത്തരം പറയുന്നത്? ഇതാണ്, ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ
ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമ രമ രമണ രഘുപതേ ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തേ ശ്രീരാമ ദശരഥനന്ദന ഹൃഷീകേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മജ ഹരേ. ഇങ്ങനെ ആരെ പ്രാർത്ഥിച്ചേ? ശ്രീരാമനായിരിക്കുന്ന നാരായണനെ. എന്താ പ്രാർത്ഥിക്കാൻ സന്തോഷമായിട്ട് ഏൽപ്പിച്ച കാര്യം അവിടെ മുറ പോലെ ചെയ്തു. എന്താ ഏൽപ്പിച്ചത്? ഭഗവാന്റെ വൈഷ്ണവ ചാപം ഇതുപോലെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അത് തേജസ്സാണ്. ഭഗവാന്റെ നാരായണൻ്റെ തേജസ്, മഹാവിഷ്ണു തേജസ് ആ വില്ലിലുണ്ട്. അതോടുകൂടി തന്നെ അങ്ങ് അതോലം കൊടുത്തു ശ്രീരാമന് ഭഗവാന്, നാരായണനായ ഭഗവാന്. അപ്പോൾ അവിടെ പിന്നെ ഭഗവാൻ നാരായണനെ സ്തുതിക്കുക. എവിടോട്ടാ ലക്ഷ്യം എന്ന് ചോദിച്ചതിന് ഉത്തരമാണ് ഈ പ്രാർത്ഥന. അതേശം മനസ്സിലാക്കണം, ഈ കോലാഹലം കാണിച്ചോടെ നിന്നതെല്ലാം ഇത് ആ ശ്രീരാമഭഗവാനെ ഏൽപ്പിക്കാനായിരുന്നു, അല്ലാതെ ശണ്ടയ്ക്കല്ല. പക്ഷേ പെട്ടെന്ന് ഒരു വിവാഹം കഴിച്ചുകൊണ്ട് പോകുമ്പോൾ ഇടയ്ക്ക് ഇവിടെ നിർത്തുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അവർ പൊയ്ക്കളയെന്ന് കരുതിയിട്ട് കണ്ട് അവിടെ ഷാഠ്യമായിട്ട് വന്നതാ. നില്ലു അരക്ഷണം എന്നോട് പറയൂ, ഞാൻ ചോദിക്കുന്ന ഉത്തരം അത് ഈ വില്ലെടുത്ത് കുലയ്ക്കൂ, ഇല്ലെങ്കിൽ യുദ്ധം ചെയ്യൂ, എല്ലാവരെയും ഞാൻ വധിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിൽക്കും. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ പറയണം. ഭഗവാൻ നാരായണനെ സ്തുതിക്കുകയും വേണം. ഈ പരശുരാമന് എത്ര ഭക്തനാ, ഭഗവാനോടുള്ള ആ സ്നേഹവും ഭക്തി ഞാനതങ്ങനെ കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് അഹങ്കാരമൊന്നുമല്ല. അത് ഈ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങളുണ്ടല്ലോ, അവരെല്ലാം ഒറ്റയ്ക്ക് പിടിച്ച് നിർത്താനും അല്പം സംസാരങ്ങൾ നിൽക്കുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഒരു ദേഷ്യഭാവത്തിലാകുമ്പം അവരങ്ങ് നിന്നോളും. അല്ലെങ്കിൽ ഇപ്പം പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് പോകും. കാരണം മുഹൂർത്തത്തിന് അവിടെ അയോധ്യയിൽ പെണ്ണിനെ കൊണ്ട് പോകണ്ടേ. അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്താ ഇനി എൻ്റെ പുരാവൃത്തം ഇനി പറയാൻ പോവുക. അപ്പോൾ എങ്കിലോ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ശ്രീരാം ഭഗവാൻ എല്ലാവരും കേൾക്കേ പറയുന്നു, എങ്കിലോ പുരാവൃത്തം. അവ എന്തായാലും ഉത്തരം പറയാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഉത്തരം ഇപ്പോൾ പറയുന്നു. ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടാണ് പറയുന്നത്. എവിടേക്ക് ലക്ഷ്യം എവിടേക്കാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞു. പറയുന്നത് എങ്ങനെയാണ്? ഇത്രയും നേരം പ്രാർത്ഥനയായിരുന്നു. ആനന്ദമായിട്ട് ശ്രീരാമ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ, എൻ്റെ കഴിഞ്ഞ കഥകൾ, മുമ്പേ ഉള്ള കഥകൾ ഞാൻ പറയാം, അത് കേട്ടുകൊണ്ടാലും. പങ്കജ വിലോചന കാരുണ്യവാരാനിധേ, താമരക്കണ്ണ കാരുണ്യം ചൊരിയുന്ന ഭഗവാനി, ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ, കുട്ടിക്കാലത്ത് ചക്രതീർത്ഥം എന്ന് പറയുന്നത് ഭഗവാന്റെ സുദർശന ചക്രതീർത്ഥത്തിങ്കൽ ചെന്ന് എത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ് ചെയ്തതിന് ചില. ചക്രപാണി ആരാ? ചക്രം കയ്യിലുള്ള മഹാവിഷ്ണു നാരായണൻ. അപ്പോൾ ഈ പരശുരാമൻ ബാല്യകാലത്ത് ചക്ര തീർത്ഥത്തിങ്കൽ പോയി തപസ് ചെയ്തു. ആരെയാ? ഭഗവാൻ നാരായണനെ. ചക്രപാണി, ചക്രം, സുദർശന ചക്രം കയ്യിലുണ്ട് ഇങ്ങനെ ഉള്ള, അതാണ് ഭഗവാൻ നാരായണൻ. ആ ഭഗവാനെ തപസ് ചെയ്തു ബാല്യകാലത്ത്. അങ്ങനെ തപസ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഈ പിതാവിനെയൊക്കെ വധിച്ചതിൻ്റെ വിഷമം കൊണ്ടായിരിക്കാം. അങ്ങനെ തപസ് ചെയ്തതിന് ചിരം കുറേ നാൾ ഞാൻ തപസ് ചെയ്തു. എങ്ങനെയാ തപസ്? ഉഗ്രമാം തപസ് കൊണ്ട് ഇന്ദ്രിയങ്ങളെ എല്ലാം നിഗ്രഹിച്ച് അനുദിനം സേവിച്ചേൻ ഭഗവാനെ. എല്ലാത്തിൻ്റെ മോഹവും ആഗ്രഹവും ഒക്കെ വെടിഞ്ഞ് ഒന്നിലും താല്പര്യമില്ലാതെ സർവേ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സ് വരെ എല്ലാം നിഗ്രഹിച്ചിട്ടാണ് തപസ് ചെയ്യുന്നത്. ഒന്നിലേക്കും ഭ്രമമില്ലാതെ ആഗ്രഹമില്ലാതെ അങ്ങനെ തപസ് ചെയ്ത് ഉഗ്രമാം തപസ് കൊണ്ട് ഇന്ദ്രിയങ്ങളെ എല്ലാം നിഗ്രഹിച്ച് ഇന്ദ്രിയങ്ങളെ കൊന്ന്, അതായത് ഇന്ദ്രിയങ്ങളെ അടക്കി അനുദിനം സേവിച്ചേൻ ഭഗവാനെ. അതാരാ? ചക്രപാണി നാരായണനെ തപസ് ചെയ്തു ഭഗവാന്. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ, ജിഷ്ണു സേവിതൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ മാധവൻ. എന്തോ ചെയ്തു? ഭഗവാൻ നാരായണൻ തപസ് ചെയ്ത് പ്രസാദിച്ചു മൽ പുരോഭാഗേ വന്നു, എൻ്റെ പുരോഭാഗേ വന്നു ഭഗവാൻ പ്രത്യക്ഷമായി സാദരം പ്രത്യക്ഷനായി അരുളി ചെയ്തിട്ട് ഞാൻ എന്താ പറഞ്ഞത്? അരുളി ചെയ്ത് പ്രത്യക്ഷനായിട്ട് ഭഗവാൻ ചക്രപാണി തന്നെ പരശുരാമൻ പ്രാർത്ഥിച്ചു. ഭഗവാൻ മാധവനായ നാരായണൻ പ്രസാദിച്ചു, അദ്ദേഹത്തിൻ്റെ പുരോഭാഗേ വന്ന് പ്രത്യക്ഷനായി സാദരം. ഉത്തിട്ട് പറയുന്നു, ഉത്തിഷ്ടോ ഉത്തിഷ്ട ബ്രഹ്മൻ. ഉത്തിഷ്ടമല്ല, അതിനും ഉത്തിഷ്ടോ ഉത്തിഷ്ട ബ്രഹ്മൻ എന്നാണ് വിളിച്ചത് പരശുരാമനെ. അത്രമാത്രം അത്രമാത്രം നല്ല
മനസ്സോടുകൂടിയ പരശുരാമനെ അത്ര ധ്യാനത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിച്ച് ഭഗവാന് ശരണം പ്രാപിച്ചിരുന്ന തപസ് ചിരകാലമാണ് ചെയ്തത്. അപ്പോൾ ഭഗവാൻ പറയും, ഉത്തിഷ്ടോ ഉത്തിഷ്ട ബ്രഹ്മൻ തുഷ്ടോഹം തപസാദേ, സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും, അതായത് നിന്റെ തപസ്സിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അത്രമാത്രം ഭക്തിയോട് പരശുരാമൻ ഭഗവാനെ സേവിച്ച് ധ്യാനിച്ചു തപസ് ചെയ്തു. അതുകൊണ്ട് പറയുന്നു, നിന്റെ തപസ്സിൽ ഭഗവാൻ നാരായണൻ പറയുന്നു, ഞാൻ വളരെ പ്രസാദിച്ചു, അത്രമാത്രം നിന്റെ തപസ്സിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്നിട്ട് പിന്നെ പറയുന്നു, സിദ്ധിച്ച സേവാഫലം നിനക്കെന്നറിഞ്ഞാലും. അപ്പം ഉത്തിഷ്ട ബ്രഹ്മൻ തുഷ്ടോഹം തപസാദി, സിദ്ധിച്ച സേവാഫലം നിനക്കെന്നറിഞ്ഞാൽ നീ എന്തിനു വേണ്ടിയാണ് തപസ് ചെയ്തത്, ആ ഫലം നിനക്ക് സിദ്ധിച്ചു എന്നറിഞ്ഞാലും. പിന്നെ തേജോ യുക്തൻ ഭവാൻ എന്നതും അറിഞ്ഞാലും. അതെന്താണ്? അങ്ങ് എൻ്റെ തേജസ്സുള്ളവനാണ്. ഭഗവാന്റെ തേജസ് ആർക്കൊണ്ട്? പരശുരാമന്. അത്രമാത്രം തേജസ്സുള്ളതാണ് പരശുരാമൻ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, തേജോ യുക്ത, എൻ്റെ തേജസ് നിനക്കൊണ്ട് ഭവാൻ ഉണ്ടെന്നറിഞ്ഞാലും. ആരാ ഭവാൻ? പരശുരാമൻ. എൻ്റെ ഭഗവാൻ നാരായണൻ്റെ തേജസ് തേജോ യുക്തൻ ഭവാൻ എന്നതും അറിഞ്ഞാലും എൻ്റെ തേജസ് പരശുരാമന് ഉണ്ടെന്നറിയുക. അതുകൊണ്ട് കർത്തവ്യം പലതുണ്ട് ഭവതാ ഭൃഗുപതി. ഇവിടെ ഒരുപാട് കർത്തവ്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഭഗവാന്റെ അവതാരം കൂടെ അല്ലേ. അപ്പോൾ ദുഷ്ടന്മാർ ഒരുപാട് പെരുത്ത് കഴിയുന്നു. അപ്പോൾ എന്താ ഭഗവാൻ പറഞ്ഞത്? കർത്തവ്യം പലതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഭവതാ ഭൃഗുപതേ. അത് ശുക്രകുലത്തിൽ ജനിച്ചതുകൊണ്ട് അതുകൊണ്ട് ഭൃഗുപതേ എന്ന് വിളിക്കുന്നത്. ആരെ? പരശുരാമനെ. കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ, ചൊല്ലണം കാർത്തവീര്യ അർജുനനാ നൃപേന്ദ്രനെ. അതാ കാർത്തവീര്യ അർജുനനാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവിനെയൊക്കെ കൊന്ന് വധിച്ചു. അതാണ് ഇത്രയും വീരസ്യം ദേഷ്യമൊക്കെ വന്നിട്ട് തപസ് ചെയ്തത്. എന്തിനാ? അവരെയൊക്കെ കൊല്ലാൻ തന്നെയാണ് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയത്. ഭഗവാൻ പറഞ്ഞു, നീ സേവിച്ചത് കൊണ്ട്, എന്നെ സേവിച്ചത് നിനക്കുള്ള ആഗ്രഹിച്ച കാര്യം സഫലമായി. ഇതാണ് സംഭവം. ഇതിനു വേണ്ടിയാണ് തപസ് ചെയ്ത്. ഈ ദുഷ്ടനായ കാർത്തവീര്യാജൻ്റെ കുടുംബം അത്രമാത്രം വേദനിക്കുന്നു. ആ രേണുകാദേവിയൊക്കെ ഒരുപാട് വേദനിച്ചു. അപ്പോൾ കൊല്ലണം പിതൃഹന്താവാകിയ നിന്റെ പിതാവിൻ്റെ ഹന്താവ്, അന്തകൻ, അത് കൊലയാളി, അവനെ ഹേഹയനെ ചൊല്ലഴും കാർത്തവീര്യ അർജുനനാ നൃപേന്ദ്രനെ, വല്ലജാതിയും അവൻ മൽക്കലാംശജനല്ലോ. അതായത് വല്ലജാതി എങ്ങനെയെങ്കിലും അവിടെ ഇത് കാര്യം സാധിക്കണം, അവനെ വധിക്കണം. ഭഗവാൻ നാരായണൻ പ്രത്യക്ഷമായിട്ട് പറഞ്ഞതാ. അത് എൻ്റെ പുരാവൃത്തം നിങ്ങൾ കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത് പറയൂ. അവിടെ ഇത്രയും ആരോട് പറയുന്നു? ശ്രീരാമനോട് പറയുക. ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് പറയുക, എൻ്റെ പുരാവൃത്തം, എൻ്റെ മുമ്പേ ഉള്ള വൃത്തം കേൾക്കൂ, ഞാൻ പറയാം, നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. ഞാനിതുപോലെ ഭഗവാനെ നാരായണനെ പ്രത്യക്ഷമാക്കി തപസ് ചെയ്തു ചിരകാലം. അപ്പോഴേ എനിക്ക് ഭഗവാൻ പ്രത്യക്ഷമായി വന്നിട്ട് ഉത്തിഷ്ടോ ബ്രഹ്മൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നീ ചെയ്ത സേവാഫലം സിദ്ധിച്ചു, എന്നെ സേവിച്ചതുകൊണ്ട് എന്നറിഞ്ഞാലും എൻ്റെ തേജസ് നിന്നിലുണ്ട്. എന്നിട്ട് നിനക്ക് ഒരുപാട് കർത്തവ്യം ചെയ്യാനും ഉണ്ട് ഭൃഗുപതേ. കൊല്ലണം ആര്യ പിതൃഹന്താവാകിയ ഹേഹയനെ, ചൊല്ലണം കാർത്തവീര്യ അർജുനനാ നൃപേന്ദ്രനെ, വല്ല ജാതിയും അവൻ മൽക്കലാംശജനല്ലോ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ കൊല്ലണം, ആ നൃപേന്ദ്രനെ. ആര്യ? കാർത്തവീര്യാർജുനനെ. വല്ലഭം ധനുർവേദത്തിന് അവൻ ഏറുമല്ലോ. അവൻ ധനുർവേദത്തിന് ഏറുമല്ലോ. ക്ഷത്രിയ വംശം 21 പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപന് ദാനം ചെയ്യുക. ക്ഷത്രിയ വംശം അതാണ് ഈ പാർത്ഥവംശം. നമ്മൾ പറയും പാർത്ഥിവ വംശം. അവരുടെ ആ കുലത്തിലുള്ളവരാണ് ഈ ചെയ്തത്. അതുകൊണ്ടാണ് അവരെ ആ കുലം 21 പ്രാവശ്യം അത് ഇദ്ദേഹം ശപഥം ചെയ്തു. അങ്ങനെ തന്നെയാണ്. ക്ഷത്രിയ വംശം 21 പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപന് ദാനം ചെയ്യുക. പൃഥ്വിമണ്ഡലം ഒക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചു ഉത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും. ഇതെല്ലാം ഈ ദുഷ്ടതയെല്ലാം പോക്കിയിട്ട് കൊന്ന് നശിപ്പിച്ച് എല്ലാം തൊട്ട് ശാന്തി പ്രാപിക്കുക. എല്ലാ ദുഷ്കർമ്മികളെ എല്ലാം നിരത്തി വധിച്ച് കഴിയുമ്പോൾ പിന്നെ ശാന്തത ഉണ്ടാകും, നല്ല നീതിയാവും, ശാന്തത ലഭിക്കും. കാരണം ദുഷ്കർമ്മങ്ങളെ കൊണ്ട് പെരുത്താൻ ഇവിടെ അശാന്തി അല്ലയോ. ആ അശാന്തി മാറി ശാന്തി ആവണമെങ്കിൽ, ശാന്തത ഉണ്ടെങ്കിൽ ഈ ദുഷ്ടരെയൊക്കെ വധിച്ചേ പറ്റുമെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് പരശുരാമൻ്റെ പറഞ്ഞ കർമ്മം ഒരുപാടുണ്ട് ചെയ്യാൻ, ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ഉത്തമമായ തപോനിഷ്ഠ പിന്നെ വസിച്ചാലും എല്ലാം നിരത്തി ചമച്ച് അവരെയൊക്കെ വധിച്ചിട്ട് ശാന്തത പ്രാപിച്ച് പിന്നെ എന്നെ തപസ് ചെയ്യൂ എന്ന് പറഞ്ഞു.
അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ ഭഗവാൻ നാരായണൻ പറയുവാണ്, പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നെയുള്ള തനയനായി വന്ന് അവതരിച്ചിടും. അപ്പോൾ ഭഗവാൻ നാരായണൻ അന്ന് പറഞ്ഞ വാക്കാണ്. ഇത്രയും ചെയ്ത് ഈ ദുഷ്കർമ്മികളെയൊക്കെ വധിച്ചിട്ട് ശാന്തത പ്രാപിച്ചിട്ട് ഇവിടെ തപസ് ചെയ്ത് വസിക്കൂ. അപ്പോൾ ഞാൻ ത്രേതായുഗത്തിൽ ഭൂമിയിൽ ദശരഥൻ്റെ മകനായി തനയനായി വന്ന് അവതരിച്ചിടും. അന്നു കണ്ടിടാം തമ്മിൽ എന്നാൽ എന്നുടെ തേജസ് അന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ. അപ്പോൾ അന്ന് നമുക്ക് തന്നെ കാണാം. എങ്ങനെയാ ശ്രീരാമനായിട്ട് വരുമ്പോൾ അന്ന് നമ്മൾ തങ്ങളെ കണ്ടു. ഇപ്പം സീതയും വിവാഹം കഴിച്ചിട്ട് പോയപ്പോൾ അവർ തങ്ങളെ കണ്ടു. അതിനാണ് ഭഗവാനോട് തടഞ്ഞു നിർത്തിയത്. ഇപ്പോൾ മനസ്സിലായേ? അപ്പോൾ അന്ന് ഈ തനയനായി വന്ന് അവതരിച്ചിടും. അത് ശ്രീരാമൻ ആയിട്ട് ഭഗവാൻ നാരായണൻ വരും. അന്ന് കണ്ടിടാം തമ്മിൽ, നമ്മൾ തമ്മിൽ. അത് പരശുരാമനും ഭഗവാൻ നാരായണനും. ആരാ നാരായണൻ? ശ്രീരാമൻ നാരായണനായതുകൊണ്ട് അന്ന് നമുക്ക് തമ്മിൽ കാണാം. ഇപ്പം അങ്ങനെ കണ്ടിടാൻ തമ്മിൽ എന്നാൽ എന്നുടെ തേജസ്, ഏതാ വൈഷ്ണവ ചാപം, അത് തേജസ്സാണ്, ഭഗവാന്റെ തേജസ്സാണ്. ആ ചാപം എന്നുടെ തേജസ് അന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ. ആരാ ദാശരഥി? ശ്രീരാമൻ. ദശരഥ മഹാരാജന്റെ മകനായുള്ള ദാശരഥി എന്ന് ശ്രീരാമനെ വിളിക്കുന്നത്. അതുകൊണ്ട് അന്ന് ഈ തേജസ് ശ്രീരാമനിൽ കൊടുക്കൂ എന്ന് പറഞ്ഞു. ആ തേജസ്സോടുകൂടി തന്നെ അനുഗ്രഹമായിട്ട് തന്നെ ഈ വില്ല് അവിടെ ഏൽപ്പിച്ചു. അതിനാണ് അരനിമിഷം എന്നോട് യുദ്ധം ചെയ്യാൻ നിൽക്കൂ, നീ ഇന്ന കുലത്തിൽ ജനിച്ചവനാണെങ്കിൽ. അങ്ങനെ പറഞ്ഞവിടെ നിർത്തിയതെന്താ? ഈ തേജസ്സിനെ അങ്ങോട്ട് കൊടുക്കാനായിരുന്നു. പിന്നെയും തപസ് ചെയ്ത് ആ ബ്രഹ്മ പ്രളയാന്തം എന്നെ സേവിച്ച് വസിച്ചിടുക മഹാമുനി. പരശുരാമ, ഈ തേജസ് ശ്രീരാമനെ ഏൽപ്പിച്ചിട്ട് അത് നാരായണനായ ഭഗവാൻ അവതരിച്ചതുപോലെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ശ്രീരാമനെ എൻ്റെ തേജസ് അവിടെ ഏൽപ്പിച്ചിട്ട് നീ വീണ്ടും തപസ് ചെയ്ത് ആ ബ്രഹ്മ പ്രളയാന്തം, കാരണം എന്ന പ്രളയം അതുവരെ എന്നെ സേവിച്ച് വസിച്ചിടുക പരശുരാമ എന്ന് ഭഗവാൻ അവിടെ പ്രത്യക്ഷമായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അല്പസമയം കൊണ്ട് നിർത്തി പറയാണ്ടേ. അത് പറയണമെങ്കിൽ ഇവർ നിൽക്കൂ. ജനങ്ങൾ ഒത്തിരി പേരില്ലേ, മന്ത്രിമാരും ഉപമന്ത്രിമാരും എല്ലാവരും. ദശരഥ വിചാരിക്കും ഇത് അത്യാവശ്യമായിട്ട് പെണ്ണിനെയും കൊണ്ട് 4 സ്ത്രീകളെയും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് അയോധ്യയിൽ പോകണം എന്നുള്ള ധൃതിയിൽ പോവുക. അപ്പോൾ ഇത് നിർത്തി പറയാൻ അല്പസമയത്തെ നിമിഷം എന്ന് പറയാൻ അതാണ്. ഇതാ ആ യുദ്ധം. അത് അറിയാത്ത മണ്ടന്മാർ ചിലപ്പം വിചാരിക്കുന്നത് വേറെ രീതിയിൽ എടുക്കും, അഹങ്കാരം പിടിച്ച് പറഞ്ഞാന്നൊക്കെയാണ്. പക്ഷേ ഇതൊരു യുദ്ധം തന്നെയാണ്. പിടിച്ച് നിർത്തി പറഞ്ഞു കൊടുക്കാനുള്ള, പറഞ്ഞിട്ട് ഏൽപ്പിക്കുക. ഇത് ഒരു യഥാർത്ഥമായി ചിന്തിക്കുന്ന ഒരു തത്വം മനസ്സിലാക്കുന്നവർക്ക് മാത്രം ഇത് പിടികിട്ടും. അല്ലാത്തവർ വിചാരിക്കുമോ ഇത്രയും അഹങ്കാരിയായിട്ട് വന്നു. അത് അങ്ങനെ പലരും വായിച്ച് അങ്ങനെ പറയും. ഞാനും കേട്ടു ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അഹങ്കാരം നിന്നൊക്കെ. കാരണം ഇതൊരു അഹം തന്നെയാണ്. ഇത്രയും ചെന്ന് പറഞ്ഞെങ്കിലേ ഭഗവാനെ പിടിച്ച് നിർത്താൻ പറ്റൂ ശ്രീരാമനെ. അപ്പോൾ ഇത് പറഞ്ഞ് തന്നെ കുറച്ച് നേരത്തെ സമയം എടുക്കണമല്ലോ, പെട്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ നിർത്തിയത്. അല്ല അവിടെ യുദ്ധത്തിനൊന്നും അല്ല. ഭഗവാന്റെ തേജസ്സാകുന്ന വൈഷ്ണവചാപം ശ്രീരാം ഭഗവാനെ ഏൽപ്പിക്കാൻ തന്നെയായിരുന്നു. എന്നിട്ട് പിന്നെ പോയി തപസ് ചെയ്ത് ആ ബ്രഹ്മപ്രളയാന്തം എന്നെ സേവിച്ച് വസിടുക മഹാമുനിയെന്ന് ഭഗവാൻ നാരായണൻ പ്രത്യക്ഷമായി പരശുരാമന് കൊടുത്ത വരമാണ് എന്ന് അരുൾ ചെയ്തു. മറിഞ്ഞിട്ട് ഞാൻ നാരായണൻ അന്ന് പ്രത്യക്ഷമായപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ മറഞ്ഞു. എൻ്റെ പുരാവൃത്തം ഇതാണ്. ശ്രീരാമ, ഭഗവാൻ നാഥ എന്നൊക്കെ വിളിച്ചത് അത്രമാത്രം ഭക്തിപൂർവ്വം. കാരണം ഭഗവാൻ നാരായണനാണല്ലോ, അന്ന് പറഞ്ഞ വാക്കല്ലേ. ആ നാരായണനാണ് ശ്രീരാമൻ. അപ്പോൾ പിന്നെ എന്തെങ്കിലും അഹങ്കാരം കാണിക്കൂ? പ്രത്യക്ഷമായി ഇത്ര വരം കൊടുത്ത ആളല്ലേ. അപ്പോൾ എന്ന് അരുൾ ചെയ്തു മറിഞ്ഞിട്ട് ഞാൻ നാരായണൻ അന്ന് പുരാവൃത്തം തൻ നിയോഗങ്ങളെല്ലാം ചെയ്തതു ജ്ഞാനനാഥ. ശ്രീരാമ ഭഗവാനെ, എൻ്റെ നിയോഗങ്ങൾ ഇതായിരുന്നു. എൻ്റെ നിയോഗങ്ങൾ, അത് പരശുരാമൻ്റെ നിയോഗങ്ങൾ ഇതായിരുന്നു. ചെയ്തതു ഞാനും നാഥ. ഞാൻ എൻ്റെ കർത്തവ്യം ഇത്രയൊക്കെയായിരുന്നു. എനിക്ക് ഈ വില്ലും ആ തേജസ്സോടുകൂടി എല്ലാം അവിടെ ഏൽപ്പിക്കണമായിരുന്നു. അത് ഞാൻ ചെയ്തു കഴിഞ്ഞു. നാഥ, തൻ തിരുവടി തന്നെ വന്ന് അവതരിച്ചൊരു പങ്ക്തി സന്തന സുതനല്ലോ നീ ജഗൽപതേ. അതായത് തൻ തിരുവടി തന്നെ ഭഗവാൻ നാരായണൻ തന്നെ വന്ന് അവതരിച്ചൊരു പങ്ക്തി സന്തന, അതായത് ദശരഥ മഹാരാജന്റെ സുതൻ മകനല്ലേ നീ ജഗൽപതേ. നാരായണ ശ്രീരാമ ഭഗവാനെ, ആ പുത്രനല്ലേ, നാരായണനല്ലേ നീ എന്നിവിടെ പരശുരാമൻ അത്രമാത്രം സന്തോഷത്തോടുകൂടിയാണ് പറയുന്നത്.
എങ്കലുള്ളൊരു മഹാ വൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം. ഭഗവാൻ വൈഷ്ണവ ചാപം, ആ ശരാസനം, എങ്കലുള്ളൊരു എങ്കലിരിക്കുന്ന ഈ ശരാസനം, ഈ വില്ല് പരശുരാമൻ്റെ ഇരിക്കുന്നത് മഹാ വൈഷ്ണവ തേജസ്സാണ്, ഭഗവാന്റെ തേജസ്സാണ്. ആ തേജസ് എല്ലാം നിങ്കലാക്കിടുവാൻ, ശ്രീരാമനിലേക്ക് കൊടുക്കാൻ അന്ന് പറഞ്ഞനുസരിച്ച് നിങ്കലാക്കിടുവാൻ ആനായി വന്നിതു. അങ്ങനെ തന്നു, കൊടുത്തു. ശരാസനം അവിടെ ഏൽപ്പിക്കാൻ അന്ന് ഭഗവാൻ നാരായണൻ അന്ന് പ്രത്യക്ഷമായി എന്നോട് പറഞ്ഞതാണ്. അത് എങ്കലുള്ളവർ ഈ മഹാ വൈഷ്ണവ തേജസ്, ഭഗവാന്റെ തേജസ് എല്ലാം നിങ്കൽ, അത് ശ്രീരാമനിലാക്കിടുവാനായി തന്നിതു ശരാസനം. ആ ശരാസനം കൊണ്ട് പിടിച്ചപ്പോൾ തന്നെ ഈരേഴ് ലോകവും നിറഞ്ഞു കവിഞ്ഞ തേജസ്സായിട്ട് അങ്ങോട്ട് മാറിയപ്പോൾ തന്നെ അപ്പോഴാണ് യഥാർത്ഥ നാരായണൻ ശ്രീരാമനായി മാറുന്നത്. അതുവരെ വേറൊരു ലുക്കായിരുന്നു. കാരണം യഥാർത്ഥ ജ്ഞാനം വന്നില്ല, അവിടെ വരുത്തിക്കൊടുത്തു. എവിടെ നിന്ന് കിട്ടി? നാരായണൻ അവതരിച്ചു. പക്ഷേ നാരായണ ഭഗവാന്റെ ആ തേജസ് ഈ പരശുരാമൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തപ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ ബ്രഹ്മാദി ദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു കർമ്മങ്ങൾ മായാബലം കൊണ്ട് സാധിപ്പിക്കുക നീ. കാരണം ഇവിടെ എന്തിനാ ഭഗവാൻ ഇവിടെ അവതരിച്ചത്? ശ്രീരാമൻ ബ്രഹ്മാദി ദേവകളും ഭൂമിദേവിയും എല്ലാം ചെന്ന് കരഞ്ഞു പറഞ്ഞ് അപേക്ഷിച്ചത് അനുസരിച്ചാണ് നാരായണ ഭഗവാൻ പറഞ്ഞു, ഞാൻ അവതരിക്കാം, കൗസല്യ മകനായി വരാൻ അവിടെ ഒരു വിധിയും കിടപ്പുണ്ട്, വരമുണ്ട്, അപ്പോൾ ഞാനിവിടെ ഭൂമിയിൽ വരും, ശ്രീരാമനായി വരും എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ വന്നത്? ഈ ദുഷ്ടനായ രാവണനെയൊക്കെ വധിക്കാൻ. അതുകൊണ്ട് ഇവിടെ ശ്രീരാമനോട് പരശുരാമൻ പറയുന്നു, ബ്രഹ്മാദി ദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു കർമ്മങ്ങൾ. എന്താ കർമ്മം? ഈ പറഞ്ഞത് അത്രേ, ഈ ദുഷ്ടന്മാരെ വധിക്കുന്നത്. അങ്ങനെ കർമ്മം മായാബലം കൊണ്ട് സാധിപ്പിക്കാൻ നീ. ആ ഭഗവാന്റെ തന്നെ മായയാണ് പ്രപഞ്ചം. ഈ പൃഥ്വി അവിടെ നിന്നും കൊണ്ട് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഒരുക്കി ആ ശക്തിയിൽ നിന്ന് അതെല്ലാം സാധിപ്പിക്കാൻ നീ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ, ജഗൽ സാക്ഷിയുമായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. അങ്ങനെ സാക്ഷാൽ ഭഗവാൻ നാരായണൻ താനല്ലോ ഈ ശ്രീരാമൻ ഭവാൻ ജഗൽ സാക്ഷിയായിടും, ജഗത്തിൻ്റെ സാക്ഷിയായിടുന്ന ഭഗവാൻ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നതു മമ ജന്മം. അപ്പോൾ അദ്ദേഹത്തിന് സഫലമായി. ആർക്കാ? പരശുരാമന്. കാര്യങ്ങളെല്ലാം മുറപോലെ ചെയ്തു കൊടുത്തു. ഭഗവാന്റെ അന്ന് പറഞ്ഞ വാക്ക് സാധിച്ചു കൊടുത്തു. അല്ലെങ്കിൽ കണ്ടുമുട്ടുന്നവരെ കൊടുത്തില്ലല്ലോ. ശ്രീരാമഭഗവാൻ അവതരിക്കുകയും ചെയ്ത് കൊടുക്കാൻ പറ്റില്ലോ. തങ്ങളെ കണ്ടുമുട്ടി അതവിടെ ഏൽപ്പിച്ചു. ആ കർമ്മം നിറവേറ്റി. ഭഗവാൻ നാരായണൻ പറഞ്ഞ ആ വാക്ക് പാലിച്ചു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ സഫലമായി വന്നത് മമ ജന്മം. അദ്ദേഹത്തിൻ്റെ ജന്മം ഇനി പോയി തപസ് ചെയ്താൽ മതി, പ്രളയാന്തം വരെ തപസ് അവിടെ വസിക്കുക എന്നാ പറഞ്ഞേക്കുന്ന ഭഗവാൻ നാരായണൻ അന്ന് പ്രത്യക്ഷം. നമുക്കിനി അടുത്ത ദിവസം വായിക്കാം. ബാക്കി എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.